വിവാദ പ്രസംഗവുമായി ജി സുധാകരൻ. സിപിഎം സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് ജി സുധാകരൻ. 36 വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവിദാസിന് വേണ്ടിയാണ് കൃത്രിമം നടത്തിയത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നും സുധാകരൻ പറഞ്ഞു. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് ജി സുധാകരന്റെ വിവാദ പ്രസംഗം. ഇന്നത്തെ സ്ഥിതി നോക്കണം, പോരായ്മകൾ പരിഹരിക്കണം. ആദ്യകാല പ്രവർത്തകരുടെ പ്രവർത്തനവും അനുഭവങ്ങളും അതിനാവേശം നൽകുമെന്നുള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ യോഗം വിളിച്ചുകൂട്ടിയത്. അല്പം തന്നെ അത് ദീർഘിച്ചുപോയി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം പറയാനുള്ളൂ, ഈ ഇലക്ഷന് പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ NGO-യുടെ വേറെയാണ് വോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയത്തില്ല, ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. അല്ലെ തരരുത് നമ്മുടെ കയ്യിൽ. നമ്മുടെ ചെയ്താലെന്താ, നേരിട്ട് പോസ്റ്റ് ചെയ്തു. നിങ്ങളുടെ എല്ലാം MSCT എവിടെയെങ്കിലും വലിയ നേതാവായിരുന്ന KS ജനറൽ ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല. അദ്ദേഹത്തെ ഒരു മനുഷ്യനും അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല. അവിടുന്ന് രാമേന്ദ്രൻ പിള്ള എല്ലാം കൂടെ പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഏറ്റുവാങ്ങി. വെറും 11,000 വോട്ടിനാ തോറ്റത്. സുജാത 70,000 വോട്ടിന് തോറ്റെടുത്ത്, ആര്യപ്പ് 70 തോറ്റെടുത്ത് വെറും 11,000 തോറ്റത്. അത്ര വലിയ പ്രവർത്തനമായിരുന്നു. എന്റെ ഗുരുനാഥൻ ഓട്ടെന്നും പറഞ്ഞൊരു ഇതടിച്ച് എല്ലാ വീടിന്റെ ഭിത്തിയാൽ ഒട്ടിച്ചു കൊടുത്തു. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ്, അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് ഇട്ടു സാറിന്. അപ്പൊ എല്ലാം DC ഞങ്ങൾ പൊട്ടിച്ചു. പൊട്ടിക്കാനൊന്നും പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായല്ല? അതൊക്കെ തെറ്റായ കാര്യം. NGO-യിൽപ്പെട്ടവരെല്ലാം എടുത്തോണ്ടെന്ന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടന എന്ന് പറയുന്നത് രാഷ്ട്രീയമില്ല. നിങ്ങളുടെ സംഘടനയ്ക്ക് ഏത് പാർട്ടിപ്പെട്ടവർക്കും ചെയ്യാം. അതങ്ങനെ പറയണം. ഞാൻ ഇന്നാർക്കാ വോട്ട് ചെയ്യുന്നത് എന്നെന്താ പറഞ്ഞ? ബഹുജന സംഘടനയിൽപ്പെട്ടവരെല്ലാം CPM വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മിക്കവാറും ചെയ്യുമല്ലോ. അവിടെ 100% ചെയ്യുന്നുണ്ട്. എവിടെയാണ്? വർഷം മുമ്പ് ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവദാസിന് വേണ്ടി കൃത്രിമം നടത്തി എന്നാണ് പരസ്യമായി ഒരു വേദിയിൽ ജി സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, വീണ്ടും അപ്രിയ പരാമർശങ്ങൾ നടത്തി പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണോ ജി സുധാകരൻ? കഴിഞ്ഞ ദിവസം നടന്ന NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിലാണ് ജി സുധാകരൻ ഇങ്ങനെ ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. 36 വർഷം മുമ്പ് ആലപ്പുഴയിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ, അതായത് NGO യൂണിയൻ നേതാവ് കൂടിയായിരുന്ന K ദേവദാസ് മത്സരിക്കുന്ന സമയത്ത് NGO യൂണിയനിൽ പെട്ട ആളുകൾ വോട്ട് ചെയ്ത വോട്ടുകൾ, തപാൽ വോട്ടുകൾ പാർട്ടിയെ ഏൽപ്പിച്ചിരുന്നു. അന്ന് ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി താനായിരുന്നു. ആ ഘട്ടത്തിൽ ആ വോട്ടുകൾ തങ്ങൾ പരിശോധിച്ചിരുന്നു എന്നുള്ളതും അതിൽ തിരുത്തലുകൾ വരുത്തി എന്നുമുള്ള ഒരു വിവാദ പ്രസ്താവനയാണ് ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഒരു സാഹചര്യം തിരഞ്ഞെടുപ്പ് വരുന്നു. NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ പരമാവധി എല്ലാവരും വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ NGO യൂണിയൻ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും 90% NGO യൂണിയൻ അംഗങ്ങൾ വോട്ട് ചെയ്യാറുണ്ട്, ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ചിലർ അങ്ങനെയല്ല ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. മാത്രമല്ല, അത്തരത്തിലൊരു ഇപ്പോൾ വോട്ട് അതിൽ തമാശയായി കൂടി അദ്ദേഹം പറയുന്നുണ്ട്, വോട്ട് നേതാക്കന്മാരുടെ കയ്യിൽ കൊടുക്കരുത്, നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്തോളൂ. ഒരുപക്ഷെ നേതാക്കന്മാരുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് എത്തിയാൽ അത് പൊട്ടിച്ചു നോക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തിരുത്തലുകൾ വരുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ തമാശ രൂപേണ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അല്ലെങ്കിൽ തപാൽ വോട്ടുകൾ കൃത്യമായി നേരിട്ട് അയക്കണം എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു. എന്തായാലും അദ്ദേഹം NGO യൂണിയനെ വിമർശിക്കുന്ന രീതിയിലാണ് അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും അത് നിയമപരമായി അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണ്. കാരണം ഒരു തിരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 18,000 വോട്ടിനാണ് അന്ന് K ദേവദാസ് പരാജയപ്പെടുന്നത്.
എല്ലാ കാലത്തും LDF-ന് വലിയ മാർജിനിൽ തോൽവി ഉണ്ടാകുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ആലപ്പുഴ. അവിടെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ മാർജിനിലാണ് അദ്ദേഹം തോറ്റതെന്ന് ചൂണ്ടിക്കാട്ടി പറയുമ്പോഴും NGO യൂണിയനിലെ വോട്ടുകൾ കൃത്യമായി പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടാറില്ല എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വിമർശനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആര്യ, ശരണ്യ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് കേസെടുത്താലും കുഴപ്പമില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിൽ ഇതിൽ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്നുണ്ടല്ലോ. ജില്ലാ നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ടോ ഇതിനോടകം ഈ വിഷയത്തിൽ? അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് CPI-യുടെ നേതാവായിരുന്ന NGO യൂണിയൻ നേതാവ് K. ദേവദാസ് ആണ് ഇവിടെ മത്സരിച്ചിരുന്നത്. അന്ന് ഇത്തരത്തിൽ ഒരു ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി താനായിരുന്നു ചുമതല വഹിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി ഓഫീസിൽ വെച്ച് തുറന്നു നോക്കി എന്നുള്ള കാര്യം ഉൾപ്പെടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് ഈ പറഞ്ഞ സ്ഥലങ്ങളെയൊക്കെ തന്നെ വെട്ടിലാക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുമോ എന്ന് വേണം നോക്കിയിരുന്ന് കാണാൻ. അത് മാത്രമല്ല, ഇതിനകത്ത് സാധാരണഗതിയിൽ നമുക്കറിയാം G. സുധാകരൻ ഇത്തരത്തിൽ ഉള്ള തുറന്ന പറച്ചിലുകളും വിവാദപരമായ കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും പ്രതികരണങ്ങളിലും ഒക്കെ സാധാരണഗതിയിൽ തന്നെ വരാറുള്ള ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു നിയമപരമായ എന്തെങ്കിലും നടപടികളിലേക്ക് ഇത് പോകുമോ എന്ന് വേണം കാത്തിരുന്ന് കാണാൻ. എന്തായാലും നിലവിൽ പാർട്ടി നേതൃത്വമോ അല്ലെങ്കിൽ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചോ ഇതിനൊരു പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. ആര്യ, ശരണ്യ, ഒരു കാര്യം കൂടി,